മനുഷ്യനെ ദൈവം അനശ്വരനാകാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെന്നും ദൈവത്തിന്റെ അനന്തമായ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചതെന്നും. അതെ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്, ആ ബോധ്യം കൊണ്ട് നിറയ്ക്കുന്നത് മറ്റൊന്നുമല്ല, എനിക്ക് ഈ ലോക ജീവിതം മാത്രമല്ല ഉള്ളതെന്നും ഇതിനുശേഷം എനിക്ക് നിത്യമായ ഒരു ജീവിതമുണ്ടെന്നുള്ള ബോധ്യമാണ് വിശുദ്ധിയിൽ നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജന്മ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ വേളയിൽ നാം ആദ്യമേ മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തു എന്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ദൈവമായിരുന്നവൻ മനുഷ്യനായി പിറന്നത് സകല മനുഷ്യരും ദൈവത്തിന്റെ മകനും മകളുമായി തീരുവാൻ വേണ്ടിയാണ്. അതിന് നമ്മെ സഹായിക്കുന്ന ദൈവിക ശക്തിയായ പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് പകർന്നുകൊണ്ട് ഓരോ വ്യക്തികളും ഓരോ മനുഷ്യനും ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കണം.